പിടികിട്ടാപ്പുള്ളി സുമാരക്കുറുപ്പുമായുള്ള 3 പതിറ്റാണ്ട് കാലത്തെ പരിചയം 24 പങ്കുവെച്ച ബ്രൂണയിലെ മലയാളി വ്യവസായി. ഇയാള് സുകുമാരക്കുറുപ്പാണ്, ഇയാൾ ഹൈഡ് ഔട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള പ്രൂഫ് ചെയ്തതിനു ശേഷമാണ് കുറുപ്പ് ബ്രൂണയിൽ ഒളിവിൽ കഴിയുന്നുവെന്ന അവകാശവാദവുമായി മുൻ അന്വേഷണ സംഘാംഗം അലി അക്ബർ രംഗത്ത് വന്നത്. ഇന്നും പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള സുകുമാരക്കുറുപ്പിന്റെ അന്നത്തെ സ്വപ്നഭവനമാണ്. ഹായ്, സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബാക്കിൽ കാണുന്ന വീട് കണ്ടില്ലേ? ഈ വീട് അറിയാത്തതായിട്ട് മലയാളികൾ കുറവാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും വീഡിയോസിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിലൂടെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേന് ആണ് നമ്മൾ ഈ ഒരു വീട് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നത്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള സുകുമാരക്കുറുപ്പിൻ്റെ അന്നത്തെ സ്വപ്നഭവനമാണ്. അപ്പോൾ ഈ ഒരു വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് അതിലും അവസ്ഥയാണ്. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ അത് ആ ഒരു ഇത് പണിയുന്ന കാലഘട്ടത്തിൽ ഇതൊരു വമ്പനുക്കം വീടായിരുന്നു. ഇവിടുത്തെ പല ആൾക്കാരും പറയുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം അന്നൊക്കെ ഇവിടെ എല്ലാം വളരെ ഓലമേഞ്ഞ വീടായിരുന്നു. ആ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉഗ്രം വീടായിരുന്നു കേട്ടോ. ഇന്ന് ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഇത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് മുഴുവൻ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്ത് ഇവിടെ മുഴുവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വേസ്റ്റ് നിക്ഷേപിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് വേസ്റ്റ് എല്ലാം കൊണ്ട് തള്ളുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ തടി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇത് അത്ര കാലഘട്ടം കഴിഞ്ഞിട്ടും സെറ്റ് സാധനമാണ് കേട്ടോ. കാരണം ഇതുവരെ ഇതിനകത്ത് ചെതലൊന്നും എടുത്തിട്ടില്ല. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഏതോ തടിയും കൊണ്ടായിരിക്കും അല്ലേ. ഇതിൻ്റെ പണികൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. ഒരു ഉഗ്രം പണിയാണ്. കാരണം ആ സമയത്തൊക്കെ ഇതുണ്ടോ കട്ടയൊക്കെ വെച്ചിട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ എത്ര കാലഘട്ടം മുന്നേ ഉള്ള സംഭവമാണ്. അപ്പം ആ ഒരു സമയത്തുള്ള എല്ലാ സാധനങ്ങളും ഈ ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെയാണ് പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. സെക്കൻഡ് ഫ്ലോർ കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലത് സൈഡിലൂടെ കയറി വരണം. ഇല്ല, അപ്പുറത്തെ സ്ഥലത്തൂടെയാണ് സ്റ്റെയർ ഉള്ളത് കേട്ടോ, പുറത്തൂടെ. അപ്പോൾ കയറി കഴിഞ്ഞാൽ ഇറങ്ങാനും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ തന്നെ പെട്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അല്ലെങ്കിൽ മുകളിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടൊന്നും നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫുൾ വേസ്റ്റാണ്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ പുറത്ത് ഉള്ള മാവുകളൊക്കെ ഇല്ലേ, ഈ ഒരു മാവുണ്ട് കേട്ടോ. ഈ ഒരു മാവ് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം തൊട്ട് ഉണ്ടാകും. ഇവിടെ ആ പ്രായത്തിലുള്ള ഏതെങ്കിലും ചേട്ടന്മാരെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. കാരണം ഇത് ഈ മാവെന്തായാലും അത്രയും പ്രായം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ തടിയെല്ലാം കാണുമ്പോഴത്തേന് അതിപ്പം വളരെ ഭീകരമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക്, വീടിൻ്റെ മുകളിലേക്ക് കയറി നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ മേ ബി ഇതൊക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മതിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ ഇങ്ങനെ മതിലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മതിലൊക്കെ പോയി. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മോഡലിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീടിൻ്റെ മോഡലിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഭയങ്കരം തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തു നിന്നാണ് നോക്കുന്നത്. പുറത്തു നിന്ന് കാണുമ്പോൾ കാഴ്ചയാണ് ഓരോരോ റൂം തിരിച്ചുള്ള രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതിനും ഓരോരോ ജനലാണ്. നാല് പാളി പോലെ ജനലാണ് കേട്ടോ. ആ ജനലിൽ ഒരു നാല് പാളിയുണ്ട്. ജനലിന് ഇത് മറ്റേ ഇതൊന്നുമില്ല, കമ്പികളും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. ആ ഒരു കാലഘട്ടത്തിലെ മറ്റേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലെയാണ്. അപ്പോൾ അതൊക്കെ ഓരോരോ റൂമായിട്ടായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം നടുക്കൂടെ ഒരു വഴി പോലെ ഒരു സംഭവമാണ്. എനിവേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഉഗ്ര സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു കാർ പോർച്ച് ഇവിടെയുണ്ട്. കാർ പോർച്ചിൻ്റെ അങ്ങോട്ടൊക്കെ ഫുള്ള് വേസ്റ്റ് ഇട്ടേക്കാണ്. പിന്നെ ബെഡ്റൂംസ്, കിച്ചണ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ യമണ്ട സാധനമാണ്. പിന്നെ ഇതിനകത്ത് ഈ ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് പൂക്കളൊക്കെ കൊണ്ട് നല്ല അന്നത്തെ കാലത്ത് നല്ല കാശ് മുടക്കിയ സംഭവം തന്നെ ആയിട്ടായിരിക്കും പുള്ളി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ ഒരു സ്ഥലം ഞങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴത്തേന് ആൾക്കാരോട് ചോദിക്കുമ്പോഴത്തേനും ഇപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് നമുക്ക് പറഞ്ഞു തരും. വീട് എങ്ങനെയാണ്, ഏതാണ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ പുള്ളി ഇവിടെ ഒരു കിടിലം വീട് പണിതു. അന്ന് ഈ കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം കുഞ്ഞു വീടുകളായിരുന്നു. പക്ഷേ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും മറ്റേ കിടിലം വീടുകളാണ് ഇതിന് ചുറ്റുമുള്ളത് കേട്ടോ. കാരണം വലിയ കിഡിലോസ്കി വീടുകളാണ് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം എന്നാ പറയുക, ആ ഒരു കാലഘട്ടത്തിലും അപേക്ഷിച്ച് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേന് ഈ ഏരിയ അതിൻ്റെ തൊട്ടടുത്തൊരു വീട് പണിയുന്നു. അപ്പുറം ഇപ്പുറം എല്ലാം നല്ല കിടിലും വീടുകളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റെയർ ഏതുവഴിയാണ് നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റെയർ ഏതുവഴിയാണ് കയറാൻ പറ്റിയാന്ന് നോക്കട്ടെ. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് അറിയത്തില്ല. പിന്നെ അതെ ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെയർ. ഇതൊരുമാതിരി കാട് പോലെയുള്ള അന്തരീക്ഷം കേട്ടോ. ഇത് നമ്മൾ ഈ കാട്ടിലൊക്കെ കയറി പോകത്തില്ലേ, മീൻസ് ഒരു പാറയിലൊക്കെ കയറി പോകുന്നൊരു ഫീലുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ഇത് സ്റ്റെപ്പാണോ അതോ അല്ലാതെ ഇങ്ങനെ സ്ലാബ് വാർത്തയാണോ എന്ന് എനിക്കൊരു പിടുത്തമില്ല. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ. ജസ്റ്റ് എൻ്റെ റിസ്ക് ഒന്നുമല്ല, എന്നാൽ ജസ്റ്റ് ഒരു ആഗ്രഹം കൊണ്ട് കയറിയിരിക്കാം. വളരെ സാഹസികമായി നമ്മൾ കയറിയിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ രണ്ടാമത്തെ, അതായത് ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലുള്ള ഒരു കാഴ്ചയാണ്. ഇതിന് ലോഡ്ജ് സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് സംഭവം? നേരെയാണ് ഡോറ്, ഇവിടെ റൂം, അതിനുശേഷം ഇവിടെ റൂം. ഇതെന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ, ഇവിടെ റൂം, ഇവിടെ എന്തൊക്കെ പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ റൂം, ഇവിടെയാണ് എൻ്റെ ബാത്റൂം. ഇവിടെയാണ് ബാത്റൂം സെറ്റ് ചെയ്ത് നോക്കി. വളരെ കുഞ്ഞു ബാത്റൂമാണേ. ഇത് ഒരു റൂം. പിന്നെ ഇതെന്താണ് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇതെങ്ങനെ ഒറ്റ റൂം, നേരെ വാതിലാണ്. ഇതെല്ലാം ഓരോരോ വാതിൽ. ഐ തിങ്ക് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഇപ്പുറത്തേക്ക് കയറാം. ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. നോക്കിക്ക്, എന്താ ഇവിടെയും അല്ലാതെ കുറച്ച് ഏരിയ ഉണ്ട്. ഇതൊക്കെ പടക്കം ചെന്നിട്ട് കാടൊക്കെ പിടിച്ച് കിടക്കുക. എങ്ങോട്ടൊന്നും പോകുന്നില്ല, ഡേഞ്ചറാണ്. പിന്നെ സ്റ്റെയറിലേക്ക് പോകാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നിൽക്കുന്നതാണ് സുകുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം കേട്ടോ. അയ്യോ, ഇതുള്ള കാട് കയറിയിട്ടുണ്ട് കേട്ടോ. കാട് കയറിയിട്ട് ഒരുമാതിരി വനത്തിൽ കയറിയ ഫീലാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറുമ്പോഴത്തേന്. വർഷങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. അമ്പോ, ഞാനിപ്പോൾ ഇറങ്ങി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീടിൻ്റെ ടോപ്പ് ഭാഗമാണ്. അതാണ് ഈ മാതിരി കാട് പിടിച്ച അവസ്ഥയിൽ പാമ്പൊന്നും ഉണ്ടോയെന്ന് തന്നെ ഡൗട്ട് കേട്ടോ. ഭയങ്കര അവസ്ഥ തന്നെയാണ്. എനിവേ, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ആകെ ക്ലീശ ആക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോസും ഞാൻ കണ്ടു, അതുപോലെ തന്നെ നമ്മൾ സിനിമയിലും ഇത് കഥകളെല്ലാം കണ്ടു. അപ്പോൾ വീടൊന്ന് കാണണം, അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. വന്നപ്പോഴത്തേന് സംഭവങ്ങളെല്ലാം കണ്ടു, അകത്തെ കാഴ്ചകൾ കണ്ടു, പിന്നെ റൂംസ് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പണികൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ ഒരു സാധനം കൂടെ കാണിക്കാൻ വിട്ടുപോയി, ഇതിൻ്റെ ചിമ്മിനി. ഈ ഭാഗത്താണ് കേട്ടോ ഇതിൻ്റെ ചിമ്മിനിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ. ഇപ്പോഴും ഇത് സംഭവം സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഈ കാട് കയറിയതല്ലാതെ തടികൾക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. അടിപൊളി. എനിവേ, കണ്ടു, നിങ്ങളെയും കാണിച്ചു തന്നു, ഹാപ്പിയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മളിവിടുന്ന് യാത്രയാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.